السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحابه وسلم وبعد. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തീരുമാനിച്ചതുപോലെ ബുറൈദ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ ഖുർആൻ ക്ലാസ് ആണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പുനരാരംഭിക്കുന്നത്. അതിൽ നാം ഓരോരുത്തരും സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതനുസരിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങുവാനാണ് നാം ഓരോരുത്തരും അന്ന് ആലോചിച്ചത്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ചുരുങ്ങിയ നേരം ഏതാനും കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം മനസ്സിലാക്കുകയും സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ചെയ്യാം. ഇതൊരു ക്ലാസ് രൂപത്തിലല്ല, നേരെ മറിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംശയം ആ സമയത്തുണ്ടെങ്കിൽ നമുക്കത് ദൂരീകരിക്കുകയും ചെയ്യാം. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ ആദ്യമായിക്കൊണ്ട് ആരംഭിക്കുന്ന ഒരു വചനമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ആരംഭിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു വചനം എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തല്ല. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതനുസരിച്ചുകൊണ്ട് ഫൽ ഇസ്തിആദത്തു ലൈസ ആയത്തും മിനൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിൽപ്പെട്ട ഒരു ആയത്തല്ല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത്. ഇത് തന്നെയാണ് പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായവും എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പനയാണ്. അതിന്റെ 16-ാമത്തെ അധ്യായം സൂറത്ത് നഹ്ലിന്റെ 98-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നതാണ് ഫഇദാ ഖറഅതൽ ഖുർആന, നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് ഇസ്തിആദത്ത്, അഭയം നീ തേടണമെന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് ഖുർആൻ ഓതി തന്നപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഖുർആൻ പഠിപ്പിച്ചതും ആരംഭിച്ചതും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കാര്യം നാം ഓരോരുത്തരും ശ്രദ്ധിക്കുകയും നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ആരംഭിക്കുന്ന സമയത്ത് അഊദു കൊണ്ട് തുടങ്ങുകയും ചെയ്യുക എന്നത് നിർബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിർബന്ധമാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു തആല കൽപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് സൂറത്ത് നഹ്ലിന്റെ നാം ഇപ്പോൾ കേട്ട 98-ാമത്തെ ആയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു നിർബന്ധ ബുദ്ധിയ നാം ഓരോരുത്തരും ഓതേണ്ടതാണ്. പലപ്പോഴും ഖുർആൻ ഓതുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഒരു രീതിയാണ്. ഏറ്റവും ഉത്തമമായത് അഊദു കൊണ്ട് തുടങ്ങൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയ നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നീ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഒരു ആയത്ത് നമുക്കതിന്റെ ഓരോ വാക്കുകളും വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അഊദു എന്നാൽ ഞാൻ അഭയം ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവിലേക്ക് ഞാൻ അഭയം ചോദിക്കുന്നു, സംരക്ഷണം ചോദിക്കുന്നു എന്നാണ്. ഔദ് എന്ന വാക്കിൽ നിന്നാണ് അഊദു, അതായത് ഞാൻ സംരക്ഷണം ചോദിക്കുന്നു എന്ന ക്രിയ രൂപപ്പെട്ടിരിക്കുന്നത്. ബില്ലാഹി, ബി കൊണ്ട്, അല്ലാ, അപ്പൊ അങ്ങനെ ചേർത്ത് പറയുമ്പോൾ ബില്ലാഹി
കിസർ വന്നു കഴിഞ്ഞാൽ ലാ എന്ന ഉച്ചാരണമാണ് നമ്മൾ ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി എന്ന് നമ്മൾ പറയില്ല, ബിസ്മില്ലാഹി. അതുകൊണ്ടാണ് അള്ളാ പ്ലസ് ബി ബില്ല ആ ഉച്ചാരണത്തിലേക്ക് വരുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സംരക്ഷണം തേടുന്നു. മിന നിന്ന്, ഫ്രം എന്നൊക്കെ അർത്ഥത്തില്, മിന ഷെയ്ത്വാനിർ, ഷെയ്ത്വാൻ പിശാചിൽ നിന്ന്. ഷത്തന എന്ന വാക്കാണ് അതിന്റെ അസല്, അഥവാ ദൂരെയാക്കുക, അതിർ ലംഘിക്കുക എന്നാണ്. ആ പദത്തിൽ നിന്നാണ് ഷെയ്ത്വാൻ എന്ന വാക്ക് കടന്നു വന്നത്. റജീം എന്ന അവസാനത്തെ വാക്ക്, റജമ എന്നാൽ എറിയുക, കല്ലെറിയുന്നതിനൊക്കെ റജീം എന്ന് പറയും. ഈ ഹദ്ദുമായി ബന്ധപ്പെട്ട നിയമത്തിലൊക്കെ ഏറെ ശിക്ഷ കൊടുക്കുന്നതിന് റജമ എന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇതാണ് ആ ഫാത്തിഹയിലെ പ്രധാനപ്പെട്ട ആ വാക്കുകളുടെ അർത്ഥം. ഇനി എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദ് കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞത്? അതിൽ വളരെ പ്രധാനപ്പെട്ട ധാരാളക്കണക്കിന് കാര്യങ്ങളുണ്ട്. ഇസ്ലാമിക ചരിത്രവും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ നാം പരിശോധിക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് അതിന്റെ രക്ഷ ചോദിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറയുന്ന ധാരാളക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അദ്ദേഹം, അഥവാ ഇബ്ലീസ് എന്ന മലക്കുകളുടെ നേതാവ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്ത് അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞ ഒരു കരാറുണ്ട്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയുണ്ട്. സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യവർഗത്തെ മുഴുവനും ഞാൻ പിഴപ്പിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആലയോട് അവൻ പറയുകയാണ്, ആദമിന്റെ മുഴുവൻ സന്തതികളെയും ഞാൻ തിന്മയിലേക്ക്, തെറ്റിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നുള്ള ഒരു രക്ഷ ചോദിക്കലാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം മരണം വരെ ഈ രണ്ട് വെല്ലുവിളികൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെ തിന്മയിലേക്ക് പിടിച്ചു വലിക്കാൻ ഈ ശപിക്കപ്പെട്ട പിശാച് അവന്റെ എല്ലാ വഴികളും മാർഗങ്ങളും പ്രയോഗിക്കുകയും അതിൽ നിന്ന് രക്ഷ തേടുവാൻ നാം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യത്തിൽ ഇതിന്റെ പ്രസക്തി. ആദ്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുയാഹൽ മൗലിദ് ഹീന യഖഉ നസ്അതൻ മിനശ് ശൈത്വാൻ. പ്രസവിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് കരയുന്നത് പോലും എന്താണ്? ഈ ശൈത്താന്റെ നസ്അ, ഒരു കുത്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മുതൽ, അതിനു മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, ഇല്ലേ? അഥവാ ആ ഭാര്യയും ഭർത്താവും തങ്ങൾക്കൊരു സന്താന ഭാഗ്യം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ ബന്ധപ്പെടുന്ന സമയത്ത് അവര് പിശാചിൽ നിന്ന് എന്നെയും എൻ്റെ സന്താനത്തെ രക്ഷിക്കണമെന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അത് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ നസാഅത്ത്, ഒരു കുത്ത് ശൈത്താൻ കൊടുക്കുമെന്നാണ്. അതിൽ നിന്ന് 2 ആളുകൾ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടത് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഈസാ നബിയും അദ്ദേഹത്തിന്റെ മാതാവും. അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം കൊണ്ട് അവർക്ക് അതിൽ അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം, ശൈത്താൻ നമ്മുടെ പിന്നാലെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നന്മയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകുന്നത്. തെറ്റിലേക്ക് വിളിക്കുന്ന ഒരു സുഹൃത്തു കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നന്മയുടെ വഴിയെ പോകുന്നവനാണ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് മാറും. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ കുറിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകണം. എന്തോരം ദിക്റുകളാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ തേടുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. രാവിലെ എണീക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്ന സമയത്തൊക്കെ ഈ പിശാചിന്റെ സംരക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന ദിക്റുകളും ദുആകളുമാണ്. നമ്മൾ വാതിലടക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം ഹദീസുകൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ പരിഹസിക്കാറുണ്ട്. ബിസ്മി ചൊല്ലി ഒരാൾ വാതിലടച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ശൈത്താൻ പ്രവേശിക്കുകയില്ല. കാരണം അത് അള്ളാഹുവിന്റെ ഒരു വിക്കായത്താണ്, ഒരു സംരക്ഷണ വലയമാണ് ആ ബിസ്മി എന്നുള്ള വാചകം. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഈ ഡോർ അടക്കുന്നു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്താൻ ആ വീട്ടിലേക്ക് പ്രവേശനമില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈമാൻ അവിടെയാണ് കിടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ
പണ്ട് പലപ്പോഴും ചോദിച്ചു, ഷെയ്ത്താൻ ഡോറിന്റെ താഴത്തൂടി വന്നുകൂടെ, വിചാരിക്ക് ഉള്ളിക്കൂടി വന്നുകൂടെ, സാക്ഷിക്ക് ഉള്ളിക്കൂടി വന്നുകൂടെ? അങ്ങനെ ഈ കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യം നമുക്കില്ല. ഇസ്ലാം ഒരു കാര്യം പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖുൽ മസ്ദൂഖായ വഹയിലൂടെ മാത്രം സംസാരിക്കുന്ന നബി പറഞ്ഞു, നിങ്ങൾ വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലി വാതിലടച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ശൈത്താൻ അന്ന് രാത്രി പ്രവേശിക്കുകയില്ല. അത് മതി. അതിന് അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകണ്ട. അങ്ങനെ ഇതിനെ നിഷേധിക്കാനും നിൽക്കണ്ട. അതിനപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ വലിയ ആലിമീങ്ങളാണ് എന്ന രൂപത്തിൽ നമ്മൾ വിചാരിക്കുകയും വേണ്ട. കാരണം ഇസ്ലാം പറഞ്ഞെടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ബിസ്മി ചൊല്ലി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ച ഹദീസ, ശൈത്താൻ ഓഹരിയില്ല. അപ്പൊ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ചോറിൽ നിന്ന് ശൈത്താൻ കഴിക്കുന്ന നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശൈത്താനിന് ആ ഭക്ഷണത്തിൽ ഓഹരിയില്ല. അവൻ പറയും, അവൻ ബിസ്മി ചൊല്ലിയിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് ഓഹരിയില്ല എന്ന് അവന്റെ കൂട്ടാളികളോട് പറയും. അപ്പൊ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണ്ട, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് രണ്ടടുത്ത് ശൈത്താൻ കഴിക്കുന്ന ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ 2 കയ്യിൽ ചോറിട്ട് കഴിഞ്ഞാൽ ആ 2 കയ്യിൽ ചോറ് ഞാൻ തന്നെയാണല്ലോ കഴിക്കുന്നത്, എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ കാണുന്നില്ലല്ലോ. അങ്ങനെ നിഷേധത്തിന്റെയും കുനിഷ്ടിന്റെയും ഒക്കെ ചോദ്യങ്ങളും ചിന്തകളും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് നാം അറിയാതെ അകന്നു പോകുകയും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇസ്ലാം വരച്ച വരക്കകത്ത് നിൽക്കുക എന്നത് മാത്രമാണ്. അങ്ങോട്ടും പാടില്ല, ഇങ്ങോട്ടും പാടില്ല. പല ആളുകളും ഹദീസ് നിഷേധികളും ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഇത്തരം വിഷയത്തിലാണ് പിടിച്ചു കയറുന്നത്. അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഖുർആൻ ഓതുമ്പോൾ അഊദു കൊണ്ട് തന്നെ അത് തുടങ്ങണം. അതേപോലെ മറ്റൊരു പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. എവിടെയാ? ബാത്റൂമിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന. അഥവാ ആ ഒരു മലമൂത്ര വിസർജനത്തിന്റെ ആ സമയത്ത് പോലും അവന്റെ ഷെറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ ആദ്യം പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ ജനനം മുതൽ മരണം വരെയും ഇവന്റെ ഷെറിൽ നിന്നുള്ള രക്ഷ ചോദിക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളും. അതിൽ നിന്ന് ആര് തെറ്റിപ്പോകുന്നുവോ അവൻ ഇസ്ലാമിൽ നിന്ന് വഴിവിട്ട് വേറെ മാർഗത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ശൈത്വാന ഖാൽ, ശൈത്താൻ പറയുകയാണ്, അഹലക്തുഹും ബിദ്ദുനൂബ്, പാപങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ പ്രേരണ നൽകിക്കൊണ്ട് ഞാൻ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചെറിയ കാര്യം അത് മനസ്സിൽ തോന്നിക്ക് നമ്മൾ ചെയ്യും. അത് ചെയ്തപ്പോൾ ചെറിയ കുറ്റബോധം കാണും. അത് വെച്ച് 2 ദിവസമൊക്കെ ജീവിക്കും. രണ്ടാമത്തെ സമയത്ത് ഈ ഒരു പാപം ചെയ്യുന്ന നമുക്ക് ആ ഒരു കുറ്റബോധം കാണില്ല. ആ ഒരു പാപത്തെ നാം നിസ്സാരമായിക്കൊണ്ട് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ ആരാണ് രക്ഷപ്പെടുന്നത്? വഅഹ്ലികൂനി, അവൻ എന്നെ പരാജയപ്പെടുത്തും. ആര്? ഒരു മുസ്ലിമായ മനുഷ്യൻ എന്നെ പരാജയപ്പെടുത്തും. ബിൽ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടിക്കൊണ്ട്. ശൈത്താന്റെ ആ ഒരു പ്രേരണയാൽ, അവന്റെ ആ ഒരു പ്രയാസത്താൽ നാം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് നമുക്ക് ബോധം വരും, പടച്ചോനെ ഞാൻ തെറ്റ് ചെയ്തു പോയി, അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു. വബില്ലാ ഇലാഹ ഇല്ലല്ലാ, ആ തൗഹീദിന്റെ വാക്കും അസ്തഗ്ഫിറുല്ലയും നാം പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്താൻ നമ്മിൽ നിന്ന് പരാജയപ്പെടും. ശൈത്താൻ നമ്മെ പരാജയപ്പെടുത്തുന്നത് തിന്മകൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മുടെ മനസ്സിലും പ്രവൃത്തിയിലൊക്കെ തന്നുകൊണ്ടും, അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടും നമ്മളെ പരാജയപ്പെടുത്തുമ്പോൾ നാം അവനെ പരാജയപ്പെടുത്തുന്നത് നമ്മുടെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജദ്ദിദു ഈമാനക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ ഈമാനെ നിങ്ങൾ ജദീദാക്കണം, പുതുക്കിക്കൊണ്ടേയിരിക്കണം. എങ്ങനെ? ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈമാനെ പുതുക്കിക്കൊണ്ടിരുന്നാൽ ഇവന്റെ ഷെറിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ നേരം നാം ചൊല്ലുന്ന ദിക്റുകളും അതിൽ പ്രധാനപ്പെട്ട ആയത്തിൽ കുർസി എന്നുള്ളത്. ഈ ആയത്തിൽ കുറിച്ച് പഠിപ്പിച്ച സംഭവം നമുക്കറിയാം, ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് അല്ലേ? കേട്ടിട്ടില്ല ആ സംഭവം? ഇല്ലെങ്കിൽ 2 മിനിറ്റ് പറഞ്ഞുതരാം. ആ അതായത് സക്കാത്തിന്റെ മുതൽ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ ഏൽപ്പിച്ച ഒരു സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അഹ്ലു സുഫയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് പള്ളിയുമായി കൊണ്ട് മാത്രം ജീവിച്ചത് കൊണ്ട് സക്കാത്തിന്റെ കൂട്ടിയിട്ട കൈന്തപ്പഴം നോക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ രാത്രി ഒരു വൃദ്ധന്റെ രൂപത്തിൽ ഒരാൾ വന്നു, കുറച്ചെടുത്തു, അദ്ദേഹം പിടിച്ചു, അങ്ങനെ പറഞ്ഞു എന്നെ വിടണം, ഞാൻ പാവമാണ് മിസ്കിനാന്ന് പറഞ്ഞിട്ട് 1-ാം ദിവസവും രക്ഷപ്പെട്ടു പോയി. 2-ാം ദിവസവും വന്ന് ആ സക്കാത്തിന്റെ ഈന്തപ്പഴം കുറച്ചെടുത്തു, അബൂ ഹുറൈറ പിടിച്ചു വെച്ചു, നബി വരാതെ വിടൂല എന്ന് പറഞ്ഞു. 2-ാം ദിവസം അദ്ദേഹത്തിന്റെ ആ ഒരു ദൈന്യതയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 2-ാം ദിവസവും ഒഴിവായി. 3-ാം ദിവസവും വന്ന് ഈന്തപ്പഴം എടുത്ത് അദ്ദേഹം പിടിച്ചു, നബി വരാതെ ഞാൻ വിടൂല എന്ന് പറഞ്ഞു. ഇല്ല, അപ്പൊ 3-ാം ദിവസം വിടാൻ തയ്യാറായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം, ഒരു ഇൽമു പഠിപ്പിച്ചു തന്നോ എന്ന ആ ഒരു ഇത് വിചാരിച്ചുകൊണ്ട് നീ എന്നെ പറഞ്ഞു വിടുക. അങ്ങനെ നീ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക, പതിവാക്കുക എന്ന ആയത്തിൽ കുറിച്ചുള്ള മഹത്വവും കാര്യങ്ങളൊക്കെ ഈ വന്ന ആള് പറഞ്ഞു കൊടുത്തു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അബൂ ഹുറൈറ ഈ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു നബിക്ക്. അപ്പൊ നബി ചോദിക്കുകയാണ്, വലിയ ഹദീസാണ് കേട്ടോ, വലിയ ഹദീസാണ്. അവസാനം നബി പറയുകയാണ്, വന്നതാരാ നിങ്ങൾക്കറിയാമോ? ഷെയ്ത്താൻ, അത് ഷെയ്ത്താനായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊത്തം പച്ചക്കള്ളമാണ്, പക്ഷെ ഈ പറഞ്ഞ കാര്യം എന്താണ്? അത് ഹക്കാണ്, സത്യമാണ് എന്ന് പറഞ്ഞ് ആയത്തിൽ കുറിച്ചുയുടെ മഹത്വത്തെ കുറിച്ച് കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത്രയും മഹത്തരമായ ഒരു സംഭവം നമ്മളെ ഈ ഷെറിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ആയത്തിൽ കുറിച്ച് നമ്മൾ പതിവാക്കുക എന്നത്. എന്തോരം സന്ദർഭങ്ങളിൽ ഉണ്ടെന്നറിയാം. നമ്മൾ ഒരു നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ അവസാനം ദിക്റെല്ലാം കഴിഞ്ഞ ഒരു ആയത്തിൽ കുറിച്ച് ഓതുക. ഈ രാത്രി കിടക്കുന്ന സമയത്തിന് ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ആ രൂപത്തിൽ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ രാവിലെ ഒരാൾ ഓതി വൈകുന്നേരം അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. അത്രയും പുണ്യമാക്കപ്പെട്ട ഈ ആയത്തുൽ കുർസി. ഇതൊക്കെ നമ്മൾ വിഖായത്താണ്, അഥവാ നമുക്ക് എന്താണ്, ഒരു സംരക്ഷണമാണ്, നമുക്കൊരു രക്ഷാ കവചമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ പാരായണം ചെയ്യുകയും ഈ ശൈത്താന്റെ ഷെറിൽ നിന്ന് രക്ഷ തേടുന്ന മാർഗമായിക്കൊണ്ട് നാം സ്വീകരിക്കുകയും ചെയ്യുക. ഇനി പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, ശൈത്താന് ഇത്രയും കഴിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മെ പരാജയപ്പെടുത്താൻ അവന് പ്രാപ്തനാണോ? ഒരിക്കലുമല്ല. അത് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ശൈത്താൻ അല്ലാഹു തആല കൊടുത്ത കഴിവ് മനുഷ്യരാശിയെ തിന്മയിലേക്ക് നയിക്കുക എന്ന, അത് അള്ളാഹുവും ഈ മരണം വരെ അവസാന നാൾ വരെ അവൻ ആയുസ്സുള്ളത് കൊണ്ട് നമ്മെ പിടിച്ചു വലിക്കാൻ സാധിക്കും. പക്ഷെ എന്താണ്, അതൊരു ചെറിയ പിടിച്ചുവലി മാത്രമാണ്, പോകുന്നത് നാമാണ്. സൂറത്തുൽ ഇബ്രാഹിം നമുക്ക് കാണാൻ സാധിക്കും, ലാൻ ദഅഉതുകും ഫസ്തജബതും ലി, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം തന്നു. ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, നിങ്ങൾ സ്വയം തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. ഒരു തിന്മയിലേക്ക് ഒരാളെ വിളിച്ചു, നമ്മൾ പോയതാണ് നമ്മുടെ കുറ്റം. വിളിച്ചപ്പോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആ തിന്മയിലേക്ക് നമ്മൾ എത്തിപ്പെടൂല. അവൻ തിന്മയിലേക്ക് വിളിച്ചു, നമ്മൾ തിന്മയുടെ കൂടെ പോയി, എന്നിട്ട് അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അല്ലാഹു തആല അടുക്കലേക്ക് നാളെ ഖിയാമത്ത് നാൾ ഇവൻ പറയുന്ന വാചകമാണ്, നിങ്ങൾ എന്നെ കുറ്റം പറയേണ്ട, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നതാണ്, അതുകൊണ്ട് വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ആ ഒരു ഈമാനിക വൃത്തത്തിനകത്ത് ഇവന് വലിയ സ്വാധീനം ഇല്ല. നേരെ മറിച്ചുകൊണ്ട് ചില വിളികളും ചില സൂചനകളും നൽകുമ്പോൾ നാം അതിന്റെ പിന്നാലെ പോകുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇത് മുജാഹിദീങ്ങളായ നാം ഓരോരുത്തരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന സൂറത്ത് നഹ്ലിന്റെ 99-ാമത്തെ ആയത്താണ്.
ഇന്നഹു ലൈസ ലഹു സുൽത്താൻ, അവന് യാതൊരു പ്രതാപവും അധികാരവും ഒന്നുമില്ല. അലല്ലദീന ആമനു, ആരുടെ മേൽ? വിശ്വാസികളുടെ മേൽ. അടിയുറച്ച ഈമാൻ നമുക്കുണ്ടോ എങ്കിൽ നമ്മളെ പിടിക്കാൻ ആർക്ക് കഴിയില്ല? ഇവന് കഴിയില്ല. അതുകൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹദീസ് നമ്മൾ പഠിക്കുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഒരു വഴിയിൽ കടന്നാൽ ആ വഴിയുടെ മറുതലക്കൽ ശൈത്താൻ കടക്കില്ല എന്ന് പറഞ്ഞത്. ആ ഈമാനിന്റെ പവറാണത്. അതേ ഈമാനിന്റെ പവറിലേക്ക് നാം കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ വഴിപിഴപ്പിക്കാൻ ആർക്ക് കഴിയില്ല? ഈ ശൈത്താന് കഴിയില്ല. ഈ പറഞ്ഞ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മനസ്സിന് ഈമാൻ ഉറക്കുവാനും ഒരു സംരക്ഷണ കവചം എന്ന രൂപത്തിൽ മാത്രമാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഈ വിശ്വാസികൾ ആരാണ്? അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ആളുകളാണ്. ഇനിയോ, ഇന്നമാ സുൽത്താനുഹു, ഈ ശൈത്താന്റെ അധികാരം ആർക്കാണ്? അല്ലെങ്കിൽ ശൈത്താൻ അധികാരം കാണിക്കാൻ ആരാണുള്ളത്? അലല്ലദീന യതവല്ലൂനഹു, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾക്ക്. വല്ലദീന ഹും ബിഹി മുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളുമാണ്. ഇത്തരം ആളുകളെയാണ് ശൈത്താന്റെ ചതിക്കുഴികളിലേക്ക് വന്നുപെടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഇബ്രാഹിമിന്റെ ആയത്ത്. ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, കുറ്റം പറയണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി. കാരണം എന്താ? ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ വിളി കേട്ട് പിന്നാലെ വന്നു എന്നത് മാത്രമാണ്. അല്ലാതെ ഞാൻ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടു പോയില്ല, അവിടെ കൈപിടിച്ചു വലിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഒരു ഇഷാറത്ത്, ഒരു സൂചന തന്നു, നീ അതിലേക്ക് പോകൂ എന്ന് സൂചന തന്നപ്പോൾ നാം നമ്മുടെ കൈകാലുകൾ കൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് നാം നടന്നു പോയതാണ്. അതുകൊണ്ട് നാളെ അള്ളാഹുവിനെ കാണുന്ന സമയത്ത് പടച്ചോനെ, ശൈത്താൻ എന്നെ വഴിപിഴപ്പിച്ചതാണ്, അതുകൊണ്ട് എന്റെ തെറ്റിന്റെ, എന്റെ തിന്മയുടെ ഓഹരി കുറച്ച് നീ അവനും കൂടി കൊടുത്തോ എന്ന് പറയുന്ന സമയത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നാളെ പരലോകത്ത് നടക്കുന്നത്. ശൈത്താൻ തന്നെ നമ്മളെ കൈയൊഴിയും. നിന്റെ തെറ്റുകളും നിന്റെ കുറ്റങ്ങളൊക്കെ നീ സ്വയം വരുത്തി വെച്ചതാണ്, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എൻ്റെ കൂടെ വന്നതാണ് എന്ന് പറഞ്ഞ് അവന് നമ്മളെ ഒഴിവാക്കി കളയും. അതുകൊണ്ട് ഈ ഒരു കാര്യം അടിസ്ഥാനപരമായിക്കൊണ്ട്, കാരണം നമ്മുടെ ഈമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനും, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ പല ആളുകളും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചില ചോദ്യശരങ്ങളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി, ആ സൃഷ്ടിയിൽ നിന്ന് രക്ഷ ചോദിക്കുവാൻ അള്ളാഹു തന്നെ കൽപ്പിക്കുന്നു. അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ഈമാൻ ഉറക്കാത്ത ആളുകളെ, ഇതുമായി കൊണ്ട് ബന്ധമില്ലാത്ത ആളുകളെ തിന്മയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഈ കാലഘട്ടത്തിൽ പലരും ശ്രമിക്കാറുണ്ട്. ഇതിലൊക്കെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക. ഇപ്പോ ആ ഒരു ഡോറിന്റെ വിഷയം പറഞ്ഞു, പല ആളുകളും പരിഹസിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ വിഷയം പറഞ്ഞു, പലരും പരിഹസിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ വിഷയം പറഞ്ഞു, പലരും നമ്മൾ പരിഹസിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളക്കണക്കിന് കാര്യങ്ങൾ നാം പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ പരിഹാസ ശരങ്ങൾ മാത്രമാണ് നൽകുന്നത്. നേരെ മറിച്ചുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ നിയമമാണ്, റസൂലുള്ളാഹിയുടെ ഹദീസാണ്. ആ ഹദീസുകൾ കേൾക്കുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുക എന്ന് പറയുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിന് ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം. അതുപോലെ നാം അവസാനത്തെ ആ ഒരു 3 സൂറത്തുകൾ, മുഅവ്വിദത്തൈനി എന്ന് പറയുന്ന ആ 3 സൂറത്തുകളും എന്ത് ചെയ്യുക? ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതും ആയത്തുൽ കുർസി പോലെ പ്രധാനപ്പെട്ടതും വിഖായത്ത് നൽകുന്ന, സംരക്ഷണം നൽകുന്ന 3 സൂറത്തുകളാണ്. ഖുൽ ഹുവല്ലാഹു അഹദും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിൻ നാസും. അതൊക്കെ ഇതിലുമായി ബന്ധപ്പെട്ട വിഖായത്ത് നൽകുന്ന ആയത്തുകൾ, ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവുള്ള സമയത്ത് അത് ഓതിയിട്ട് കിടക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരു യാത്രയിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് പോലും വേണ്ട ഈ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഓതാൻ. നമ്മുടെ മനസ്സിലൊക്കെ ഓതി എപ്പോഴും നമ്മുടെ ഈമാനിനെയും നമ്മുടെ വിശ്വാസത്തെയും പുതുക്കിക്കൊണ്ടിരുന്നാൽ ഈ ഒരു വഴിപിഴവിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല. എന്നായില്ല, അത്രയും പോരാ.
അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ ഈ ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആയത്തല്ല എന്നുള്ളതാണ്, ആയത്തല്ല. പക്ഷെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ ആര് വൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്, നീ ഖുർആൻ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഈ ഒരു ആയത്ത് തുടങ്ങണം. ഈ ആയത്ത് കൊണ്ട്, ഈ ഒരു വാക്ക് കൊണ്ട് തുടങ്ങണം. ആയത്ത് നമ്മൾ പറയാൻ പറ്റില്ല, വാക്ക് കൊണ്ട് തുടങ്ങണം. നമ്മൾ സൂറത്ത് തൗബ ഓതുമ്പോ എന്തില്ല? ബിസ്മി ഇല്ല, 8ാമത്തെ സൂറത്ത്. പക്ഷെ അത് ഓതുമ്പോ പോലെ എന്ത് വേണം? അഊദ് കൊണ്ട് തുടങ്ങണം. ഇവിടെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അഊദ് കൊണ്ടാണ്. സൂറത്ത് തൗബയൊക്കെ തുടങ്ങുന്നത്. ബിസ്മി ഇല്ലെങ്കിൽ അഊദ് കൊണ്ട് നമ്മൾ ആ സൂറത്തുകൾ തുടങ്ങണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഊദു ആ ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷ ചോദിക്കാനുള്ള രക്ഷാ കവചങ്ങൾ നമ്മൾ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി എല്ലാ സമയത്തും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു തആല അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.